പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീതരതിജം കരുണാതമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദിഭാവയാമി. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവത അമൃതത്തിൽ പരമ്പരയിൽ നമ്മൾ കണ്ടത് കംസവധത്തിന് ശേഷം ഭഗവാന്റെ വിദ്യാഭ്യാസം 64 ദിവസം കൊണ്ട് 64 കലകൾ അഭ്യസിച്ചതും ഗുരുദക്ഷിണയായി മരിച്ച കുട്ടിയെ ജീവിപ്പിച്ചു കൊണ്ടേ കൊടുത്തതുമാണ്. ഇനി ഭഗവാൻ തനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഭക്തന്മാരിൽ ഉദ്ധവനാണ് ഏറ്റവും വലിയത് എന്ന് ഏകാശത്തിൽ വിഭൂതി യോഗത്തിൽ ഭഗവാൻ പറഞ്ഞു. ഭക്താനാം ഉദ്ധവത്വം, ഉദ്ധവ ഭക്തന്മാരിൽ അങ്ങാണ് ഞാൻ. ഓരോന്നിലും ഓരോന്നാണ് ഈശ്വരൻ എന്ന് പറയുമല്ലോ. നദികളിൽ ഗംഗ എന്ന പോലെ ഭക്തന്മാരിൽ ഉദ്ധവനാണ്. ആ ഉദ്ധവനെ ഗോപസ്ത്രീകളുടെ അടുത്തേക്ക് വിരഹ ദുഃഖം അനുഭവിക്കുന്നത് കൊണ്ട് അവർക്ക് സമാധാനം കൊടുക്കാൻ ഒരു സന്ദേശവുമായിട്ട് പറഞ്ഞയക്കുന്ന രംഗമാണ് ഉദ്ധവ ദൗത്യം എന്ന് പറയുന്നത്. 2 അധ്യായം, ഗംഭീര അധ്യായങ്ങളാണ്, വലിയ അധ്യായമാണ്. ഈ 2 അധ്യായങ്ങളോളം വരും ഒരു അധ്യായം. അത് ചുരുക്കിയിട്ട് നമ്മൾ ചിന്തിക്കുകയാണ്. അപ്പം ആദ്യമായിട്ട് ഉദ്ധവനെ അതിന് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ് എന്ന് പറഞ്ഞിരിക്കുക. വേറെ ആരുടെയിലും കൊടുത്തേച്ചാൽ പോരെ എന്നാണെങ്കിൽ അങ്ങനെയല്ല. വൃഷ്ണീനാം പ്രവരോ മന്ത്രി, വിഷ്ണികളിൽ വെച്ചിട്ട് ഏറ്റവും പ്രാധാന്യമുള്ള മന്ത്രി. മുഖ്യമന്ത്രിയാണോ നിശ്ചയില്ല, മന്ത്രിമാർ പലരും ഉണ്ടല്ലോ. മന്ത്രിയുടെ സ്ഥാനം ഭഗവാൻ തന്നെയാണ് ദ്വാരകയിൽ കൈകാര്യം ചെയ്യണത്. പക്ഷെ എന്നാലും മന്ത്രിമാരുണ്ടാവും ഉപദേശിക്കുന്ന. അപ്പം അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനമുണ്ട് മന്ത്രിക്ക്. അങ്ങനെ ഒരാളെ തന്നെ പറഞ്ഞയക്കണം. അപ്പം അതിൻ്റെ കാര്യഗൗരവമുണ്ട്. ഈ ദൂത് പറഞ്ഞേക്കുമ്പോഴത്തെ നിയമം വാൽമീകി പറയും, പ്രാധാന്യത്തിനനുസരിച്ചിട്ട് വേണം അത്രേ ദൂതനെ തിരഞ്ഞെടുക്കാൻ. ഒരു സാധാരണ ചെറിയ കാര്യത്തിന് ചെറിയ ഒരു സാമാന്യക്കാരൻ മതി. വ്യക്തമായിട്ട് പറയണ്ട. അത്യധികം ഗൗരവമുള്ളൊരു കാര്യമാണ് വെച്ചാലോ അതിനനുസരിച്ചുള്ള ആളെ പറഞ്ഞേക്കണം. അതാണ് ഹനുമാനെ പറഞ്ഞയച്ചത്. കണ്ടു, അവിടെയുണ്ടത്. എത്ര വാനരന്മാരുണ്ട്, അങ്കദനുണ്ട്, ആരും മോശക്കാരൊന്നുമല്ല. അപ്പം ഇതിന് ഹനുമാൻ തന്നെ പറ്റുള്ളൂ. ഇടയിൽ ഉള്ള പ്രാധാന്യത്തിനനുസരിച്ചാണെങ്കിലോ ഇടയിലുള്ളവരെ അയക്കണം. അതീവ ഗൗരവത്തിലുള്ള ഒരാളെ പറഞ്ഞയക്കേണ്ട. തീരെ നിസ്സാരണി ആവരുത്. നടുവിലുള്ള കാര്യത്തിന് നടുവിലുള്ള ആളെ. ഇത് ദൂതിൻ്റെ ഒരു നിയമമാണ്. അപ്പം നമ്മുടെ പ്രവരോ മന്ത്രി, ഭഗവാനെ സംബന്ധിച്ച് ഗോപികൾ വളരെ പ്രധാനമാണ്. എങ്ങനെ പ്രധാനം? ഭക്തി കൊണ്ട്. ഭഗവാൻ എവിടെയാണ് പ്രാധാന്യം നിശ്ചയിക്കുന്നത്? എന്ത് നോക്കിയിട്ടാണ് ഇൻഡെക്സ്? ഭക്തി അല്ലാണ്ട് ഒന്നും ഭഗവാൻ ഇൻഡെക്സ് ഇല്ല. ഒരു ഇൻഡെക്സും ഇല്ല. ഭക്തി എവിടെയുണ്ടോ അത് അതിപ്രധാനം തന്നെയാണ് ഭഗവാനെ സംബന്ധിച്ച്. അതുകൊണ്ട് പ്രധാനമന്ത്രിയായിട്ടുള്ള ഉദ്ധവനെ അയക്കാൻ കാരണം ചെറിയ കാര്യമല്ല. ആ ദൂതനെ തിരഞ്ഞെടുക്കുന്നതുകൊണ്ട് തന്നെ തീരുമാനമായി ചെറിയ കാര്യമല്ല. തൻ്റെ ആത്മാവാണ് ആ ഗോപികളെന്ന് പറയുന്നത്. ഭക്തി കൊണ്ട് അവരെ അനുഗ്രഹിക്കണം. അവരുടെ ദുഃഖത്തെ കുറയ്ക്കുക എന്നത് വളരെ ആവശ്യമാണ് പ്രായോഗികമായിട്ട് ചിന്തിക്കുമ്പോൾ. അല്ലെങ്കിൽ ദുഃഖം കൊണ്ട് അവർക്ക് വല്ലതും സംഭവിക്കുക തന്നെ ചെയ്താലോ അപ്പോൾ വലിയ കാര്യം തന്നെയാണ്. അത്ര തന്നെ സ്നേഹിച്ചവരാണെന്നതുകൊണ്ടാണ് കൃഷ്ണീനാം പ്രവരോ മന്ത്രി കൃഷ്ണസ്യ ദൈത സഖ. അടുത്തത് കൃഷ്ണൻ്റെ സഖാവാണ്. ഒരു പരിചയമില്ലാത്ത ഒരാളോട് താങ്ങോട്ട് വരിക, ഈ സന്ദേശം എൻ്റെ ആ സ്ത്രീകൾക്ക് കൊടുക്കുമോ എന്ന് പറയാൻ പറ്റുമോ? അപ്പാണ് പരിചയപ്പെട്ടിട്ട് അതാരും പതിവില്ല. അവളടുത്ത് എങ്ങനെയാണ് കൊടുത്തേക്കാന്ന് അത്ര ക്ലോസ് ഒന്നുമല്ല, നമുക്ക് ഇന്ന ആളുടെ കൊടുത്തേക്കാം, ഞാൻ മുമ്പേ പരിചയമുള്ള ആളാണ്, എന്നും ബന്ധപ്പെടുന്ന ആളാണ്. അങ്ങനെയാണ് ഒരു സന്ദേശം കൊടുത്തേക്കുമ്പോൾ ഒരു കാര്യം അവിടെ പറയണമൊക്കെ ലേശം ഒരു അടുപ്പുണ്ടാവണം. ബന്ധങ്ങൾ വെച്ചുകൊണ്ടിരിക്കുക, അടുപ്പുണ്ടാവുക, എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവുക. ഇതൊന്നും അങ്ങോട്ട് ചെയ്യടോ എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവുള്ള ഒരാളോടെ ഇതൊക്കെ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അവിടെ കൃഷ്ണസ്യ ദൈത സഖ എന്ന് പറഞ്ഞത്. ആദ്യത്തെ ശ്ലോകത്തിലത് വെച്ചതിൻ്റെ അർത്ഥമുണ്ട്. അല്ലെങ്കിൽ ഇതൊക്കെ വെക്കേണ്ട ആവശ്യമുണ്ടോ?
ഉദ്ധവനോട് സന്ദേശം കൊടുക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. ഇനി മൂന്നാമത് ശിഷ്യോ ബൃഹസ്പതേ സാക്ഷാത്. ഈ ഉദ്ധവൻ ആരിൽ നിന്നാത്രേ വിദ്യ ശീലിച്ചത്? ബൃഹസ്പതി, ദേവഗുരു ആയിരിക്കുന്ന ബൃഹസ്പതി. അപ്പോൾ അറിവുണ്ട്. സ്ത്രീകൾക്ക് സന്ദേശം കൊടുത്തേക്കുമ്പോൾ അത്രയൊക്കെ അറിവ് വേണോ? എന്തെങ്കിലും കടലാസ് ചുരുട്ടി കൊടുത്താൽ അവിടെ കൊണ്ടുപോയി കൊടുത്താൽ പോരേന്നാണെങ്കിൽ അങ്ങനെയില്ല. ഇത് സാധാരണ സന്ദേശമല്ല, ജ്ഞാന സന്ദേശം. അത് എഴുതിയിട്ടോ ടൈപ്പ് ചെയ്തിട്ടോ അല്ല കൊടുക്കുന്നത്. അതിനുള്ള സംവിധാനമൊന്നും പണ്ടില്ല. ഈ പറഞ്ഞു കൊടുക്കുന്നത് തെറ്റാതെ അവിടെ പോയിട്ട് പറയാനുള്ള കഴിവുണ്ടാവണം. അപ്പം അതിനുള്ള കേമത്തുണ്ടാവണം. അതാണ് ശിഷ്യോ ബൃഹസ്പതേ. ബൃഹസ്പതിക്ക് മോശമായ ശിഷ്യന്മാരുണ്ടാവലില്ല, അങ്ങനത്തെ അവിടെ വന്ന് പെടില്ല എന്നാണ്. എൻട്രൻസ് ടെസ്റ്റ് എഴുതിയിട്ടല്ല അത്രേ. പണ്ടത്തെ മഹത്തുക്കളുടെ അടുത്ത് ഒരാൾ ആവശ്യപ്പെട്ട് വന്നാൽ അത് അതിനുള്ളവരാവുന്നതാണ്. അഥവാ അല്ലാച്ചാൽ അവർക്ക് അറിയുകയും ചെയ്യും, വിദ്യ പഠിപ്പിക്കില്ല, ആയിട്ടില്ല എന്ന് പറയുന്നതാണ്. അവർക്കറിയും അവരുടെ അടുത്ത് അർഹത ഉള്ളവരെ എത്തുള്ളൂ. അപ്പോൾ ബൃഹസ്പതി പഠിപ്പിച്ചു, ബൃഹസ്പതി ശിഷ്യനായിട്ട് സ്വീകരിച്ചു, അത് തന്നെ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റാണ്. ഏതെങ്കിലും ആളെ പഠിപ്പിക്കില്ല അവർ. ഇതിനൊക്കെ അവർക്ക് അറിയാം. അതൊക്കെ ആരാണ് തൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്, അർഹതയുള്ളവരാണോ. ശിഷ്യോ ബൃഹസ്പതേ സാക്ഷാത് ഉദ്ധവോ ബുദ്ധിസത്തമാ. ഇനി അവസാനം പറഞ്ഞത് എന്താണ്? അതും പ്രധാനമാണ്. ശിഷ്യൻ കേമൻ ബുദ്ധി ഉണ്ടാവണം. ഗുരു കേമനായിട്ട് കാര്യമില്ല. ഓട്ടപാത്രത്തിൽ ഒഴിച്ചാലോ നല്ല കാര്യമുണ്ടോ? അല്ല, ഓട്ടപാത്രത്തിൽ ഒഴിക്കില്ല എന്നിപ്പോൾ പറഞ്ഞു വെച്ചു. എന്നാലും ബുദ്ധിസത്തമനാവണം. ഈ പറഞ്ഞത് അതേപടി മനസ്സിലാക്കാനും അവിടെ പോയിട്ട് തെറ്റാതെ പറയാനും കഴിവുള്ള ആളാണ്. ബുദ്ധിസത്തമാ, സ്വതവേ ബുദ്ധിയുണ്ട്. ഇത് നാലും കൂടി കൂടുമ്പോൾ വേറൊരു കാര്യം ഉണ്ടാവും. എന്ത്? താൻ കുറച്ച് കേമനാണോ? അപ്പം അതും കൂടി ഇല്ലാണ്ട് ആക്കും വേണം. അഞ്ചാമതൊരു കാര്യം, ഇത് അണ്ടർസ്റ്റുഡാണ്, അവിടെ എഴുതിയിട്ടില്ല. ഇത്രയും ഗുണങ്ങൾ ഭക്തിയുള്ള ധവന് തന്നേക്കാൾ ഭക്തിയുള്ളവരാരുമില്ല എന്നൊരു ഭാവം ഉണ്ടെങ്കിൽ അതങ്ങോട്ട് പൊക്കോട്ടേച്ചിട്ടാണ് ഭക്തിയുടെ അങ്ങേ അറ്റത്തുള്ള ഗോപികളെ കാണിക്കാൻ വേണ്ടിയിട്ടാവാം. അതവിടെ പറയണമെന്നില്ല, അധികം ആളുകൾ പറയണൊരു കാര്യമാണ്. എന്നാൽ ഭക്തകളുണ്ട്, ഇതിനേക്കാൾ വലിയ ഭക്തകൾ ലോകത്തിലുണ്ട് എന്നും കൂടി കാണിച്ചു കൊടുക്കാനാവാം ആ സന്ദേശം കൊണ്ട് പോയത്. തമാഹ ഭഗവാൻ പ്രേഷ്ടം ഭക്തമേകാം ദിനം കുചിൽ ഗൃഹീത്വാ പാണിനാ പാണി പ്രപന്നാർത്തിഹരോ ഹരി. ലോകത്തിലുള്ളവരുടെ സർവ്വ ദുഃഖങ്ങളും തീർത്തു കൊടുക്കാൻ കഴിവുള്ള ആളാണ് പ്രപന്നാർത്തിഹരോ ഹരി. ഹരേ എന്നാണ് വിളിച്ചാൽ മതി, സർവ്വ ദുഃഖങ്ങളും ഇല്ലാണ്ടെയും. ആ കഴിവുള്ളതായിട്ടുള്ള ഭഗവാൻ ഉത്തമനായിരിക്കുന്നു. ധവനെ കൈ പിടിച്ച് പറഞ്ഞു, പാണിന ഗൃഹീത്വാ പാണിന പാണി. ഇതൊക്കെ സൗഹാർദ്ദം അല്ലെങ്കിൽ വളരെയധികം ഇത് കാണിക്കുകയാണ്, സ്നേഹവായ്പ്. അതുകൊണ്ടാണ് കൈയൊക്കെ കാണിച്ചു എന്ന് പറഞ്ഞത്. കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഗച്ഛോദ്ധവ്രജം സൗമ്യ പിത്രോ നോ പ്രീതിമാവക ഗോപീനാം മദ്വിയോഗാദിം മത്സന്ദേശേർ വിമോചയ. ഹേ സൗമ്യ ഉദ്ധവ, ത്വം വ്രജം ഗച്ഛ. ഗോകുലം വരെ ഒന്ന് പോകണം. എന്നിട്ട് എന്ത് ചെയ്യണം? എൻ്റെ വിയോഗ ദുഃഖം അനുഭവിക്കുന്ന ആ ഗോപികൾക്ക് അല്പം ഒരാശ്വാസം അങ്ങേക്ക് കൊടുത്തുകൂടെ എന്ന് ചോദിക്കുകയാണ്. അവരുടെ അവസ്ഥയോ ശ്രദ്ധിക്കേണ്ടതുണ്ട്. താ മന്മനസ്കാ മത്പ്രാണ മദർത്തേ തെക്തദേഹിക മാമേവദൈതം പ്രേഷ്ടം ആത്മാനം മനസാഗത. എന്നെ തന്നെ ചിന്തിച്ച്, മന്മനസ്ക എന്നിൽ മനസ്സുറപ്പിച്ച്, മത്പ്രാണ ഞാനാകുന്ന പ്രാണനോടുകൂടി, മദർത്തേ തെക്തദേഹിക എനിക്ക് വേണ്ടി സർവ്വദേഹധർമ്മങ്ങളടക്കം ഉപേക്ഷിച്ചിട്ടാണ് നിൽക്കുന്നത്. ഒട്ടൂരിൻ്റെ കവിതയിൽ ഒരുപാട് പറയും, തലമുടി നേരെ ചീകണം എന്നില്ല, ഭക്ഷണം ശരിക്കും കഴിക്കണം എന്നില്ല, കാർകൂന്തൽ കെട്ടേണ്ട വകഞ്ഞിടേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടേ ആ ദേഹധർമ്മങ്ങൾ ഉപേക്ഷിച്ച് കൃഷ്ണാന്ന് വിളിച്ച്
മറ്റൊരു ചിന്തയില്ലാതെ അതർത്ഥേ തെക്തദേഹിക ദേഹധർമ്മങ്ങൾ ഉപേക്ഷിച്ചിട്ട് മാമേവദൈതം പ്രേഷ്ടം ആത്മാനം മനസാഗത മനസ്സുകൊണ്ട് എന്നുമായിട്ട് ഞാനുമായി ഒന്നായി ചേർന്ന അവർക്ക് തെക്തലോകധർമാശ്ച ലോകധർമ്മങ്ങൾ ഉപേക്ഷിച്ചവർ എന്നെ ചിന്തിച്ചവർ ജീവിക്കുകയാണ്. അവർ ജീവിക്കുന്നതിന് എന്തുകൊണ്ടറിയും? എന്തെങ്കിലും ഒരു ദിവസം എന്നെ കാണും എന്നുള്ളത് കൊണ്ടാണ്. ഒരശരീരി കിട്ടുകയാണ്, ഞാനൊരിക്കലും കാണും, അപ്പം മരിക്കവർ. അപ്പം എന്നെ കാണാനുള്ള ഒരൊറ്റ ആഗ്രഹം കൊണ്ട് അതിനു വേണ്ടി ജീവിക്കുന്ന അവർക്ക് ഈ സന്ദേശം ഒന്ന് കൊടുക്കണമെന്നും പറഞ്ഞ് ഭഗവാൻ ആ സന്ദേശം ഉദ്ധവന് നൽകി. ഉദ്ധവൻ അത് ശിരസാ വഹിച്ച് ഗോകുലത്തിലേക്ക് പോയി. ഗോകുലത്തിനെ ഇങ്ങനെ വർണ്ണിക്കും കുറച്ച് ശ്ലോകം കൊണ്ട്. അഗ്നിർക്ക് ആതിഥി ഗോവിപ്ര പിതൃദേവർച്ചന അന്വിതൈ ധൂപദീപേച്ച മാല്യേച്ച ഗോപാവാസേർ മനോരമം. പ്രഭാതമായി കഴിഞ്ഞാൽ അഗ്നി മുതലായിട്ടതൊക്കെ ജ്വലിപ്പിക്കുക, വിപ്രന്മാരെ വന്ദിക്കുക, പശുക്കളെ പൂജിക്കുക. എപ്പോഴും നമ്മളെ സംസ്കാരം അതിലൊക്കെ നോക്കിയാൽ കാണാം. പശുക്കളെ പൂജിക്കുക, ഗോവിപ്ര പൂജ അർച്ചന മുതലായിട്ടതൊക്കെ ചെയ്ത് ഓരോ ദിവസവും കൃഷ്ണ രാമ ഗോവിന്ദ ജപിച്ച് ഗോവിന്ദ ദാമോദര മാധവേതി കൃഷ്ണ രാമ ഗോവിന്ദ എന്നിപ്രകാരം കൃഷ്ണ രാമ ദാമോദര എന്നിപ്രകാരം കട്ടത്തൈര് തടയുമ്പോഴും രാവിലെ വിളക്കുകൊളുത്തുമ്പോഴും കുളിക്കുമ്പോഴും മറ്റ് കൃത്യങ്ങൾ ചെയ്യുമ്പോഴും കൃഷ്ണനാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് മറ്റൊരു ചിന്തയില്ലാതെ അവരെങ്ങനെ കഴിഞ്ഞുകൂടുന്നു. ആ ഗോകുലത്തെ ഉദ്ധവൻ കണ്ടു എന്ന് പറയണം. ഹംസകാരണ്ഡവാകീർണൈ പത്മഷണ്ടേ ചമണ്ഡിതം. ഹംസങ്ങൾ, മറ്റ് പക്ഷികൾ, കുളക്കോഴികൾ, പക്ഷികളുടെ നാദം കൊണ്ട് അല്ലേ, നാനാപക്ഷികൾ നാദം കൊണ്ടും മനോഹരമായിട്ടുള്ള ഗോകുലം. ഒന്നിൻ്റെ കുറവ് മാത്രമേ അവിടെയുള്ളൂ, കൃഷ്ണനില്ല. നല്ലൊരു കുറവ് തന്നെയാണ്, ചെറിയ കുറവൊന്നുമല്ല. ബാക്കിയെല്ലാം കൊണ്ടും ശ്രേഷ്ഠമാണ്. എങ്കിലും ആനന്ദം എന്ന് പറയുന്നത് അവിടെ ഇല്ല. എന്താ കാരണം? കൃഷ്ണഭാവവും കൃഷ്ണ സാന്നിധ്യവും ഇല്ല. എല്ലാം ഉണ്ടായിട്ട് എന്താ കാര്യം? അതുപോലെ മനോഹരമായിട്ടുള്ള വൃന്ദാവനം കണ്ടുകൊണ്ട് ഉദ്ധവൻ അവിടേക്ക് അങ്ങനെ പോണു. ഈ തേര് കണ്ടപ്പോൾ ഗോപികൾ ചിന്തിച്ചു, കൃഷ്ണൻ വന്നതൊറ്റ ആയിരിക്കുമോ? അങ്ങനൊരു തേരിലാണല്ലോ അക്രൂരൻ വന്നിട്ട് കൃഷ്ണരാമന്മാരെ കൊണ്ടുപോയത്. അടുത്ത് വന്ന് നോക്കിയപ്പോൾ അവർക്കത് ആദ്യം കൃഷ്ണനാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് പിന്നെ മനസ്സിലായി, അയ്യോ കസ്യാച്യുത വേഷഭൂഷണ, ഇത് അച്യുതൻ്റെ വേഷം കെട്ടിയിട്ടുള്ള ആളാണ്, കൃഷ്ണനല്ല. കാരണം ഉദ്ധവനൊരു സ്വഭാവമുണ്ട്. തലേ ദിവസം കൃഷ്ണൻ ഉപേക്ഷിച്ച വസ്ത്രം ധരിക്കും, തലേ ദിവസം കൃഷ്ണൻ അയച്ചു വെച്ച മാല ധരിക്കും, കൃഷ്ണൻ കഴിച്ച ഭക്ഷണം പ്രസാദമായിട്ട് കഴിക്കൂ. അതുകൊണ്ട് ഈ വേഷഭൂഷാദികളെ കൊണ്ട് അച്യുത വേഷഭൂഷണനാണ്, അച്യുതനല്ല അച്യുത വേഷഭൂഷണനാണ് എന്ന് അവർ മനസ്സിലാക്കിയപ്പോൾ ലേശൊരു നിരാശ ഉണ്ടായി. പക്ഷെ എന്നാലും കൃഷ്ണനുമായിട്ട് ബന്ധമില്ലാത്ത ഒരാൾ കൃഷ്ണൻ്റെ വേഷം കിട്ടില്ലല്ലോ. പോയി നോക്കുക, നമുക്ക് ഭഗവാൻ എന്നാ വരിക എന്നെങ്കിലും അറിയാം എന്നങ്ങനെ ചിന്തിച്ച് ഈ ഗോപികൾ പോയി എന്നൊക്കെ പറയണം. അപ്പോഴൊക്കെ അവർക്ക് എന്ത് ചെയ്യണമെന്നറിയോ? രാമകൃഷ്ണന്മാർ യശോദയും നന്ദഗോപുരം അച്ഛനും അമ്മയ്ക്ക് സന്ദേശം ആദ്യം കൊടുത്തയച്ചിട്ടുണ്ട്. ഭഗവാൻ അത് മറന്നിട്ടില്ല. ഗോപികൾ ഭക്തകളാണെന്നും പറഞ്ഞിട്ട് ഗോപികൾക്ക് മാത്രമാണോ സന്ദേശം കൊടുത്തയച്ചിരിക്കുന്നത്? അല്ല, എൻ്റെ അച്ഛനും അമ്മയും എന്നെ കാണാതെ വളരെ കാലമായിട്ട് ദുഃഖിക്കുന്നു. ഈ സന്ദേശം അവർക്കുള്ളതാണ് ഉദ്ധവ, അതും കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ കൃഷ്ണനെ കണ്ട് ഒരുപാട് ചോദ്യങ്ങളൊക്കെ കണ്ട് ചോദിച്ചു. പരിഭവത്തോട് കൂടിയിട്ട് ദുഃഖത്തോട് കൂടിയിട്ട് കൃഷ്ണരാമന്മാർ ഞങ്ങളെ ഓർക്കുന്നുണ്ടോ ഉദ്ധവ? വാത്സല്യപൂർവം 11 വർഷം, 11ാമത്തെ വയസ്സിലാത്ത കൃഷ്ണൻ മധുരയിലേക്ക് പോയത്. കയ്യോ വളരണ കാലോ വളരണ നോക്കിയിട്ട് ആ ഉണ്ണികളെ നോക്കിയതാണ്. ഇപ്പോൾ പോയിട്ട് എത്ര ദിവസമായി, ഒന്നും ഞങ്ങളെ ചിന്തിക്കുക പോലും ഇല്ല. ഇന്നത്തെ പോലെ വിളിക്കാനുള്ള സൗകര്യമോ മൊബൈലൊന്നും പണ്ടില്ലല്ലോ. അങ്ങനെ ആ രാമകൃഷ്ണന്മാരെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. യശോദയും നന്ദഗോപരും. ആ കുട്ടി വികൃതി കാണിച്ച സമയത്ത് ഒരലിൻ്റെ മുകളിൽ കെട്ടിയിട്ടു ഉദ്ധവ. ഒക്കെ എനിക്കിപ്പോൾ ഓർമ്മ വരികയാണ്. ആ കെട്ടിയിട്ട അടയാളമൊക്കെ ഇപ്പോഴും കൃഷ്ണൻ്റെ അരക്കെട്ടിൽ ഉണ്ടോ? ഇപ്പം തോന്നുകയാണ് ഒന്നും വേണ്ടിയിരുന്നില്ല. ഒരാൾ പോയാലാണ് അയാളെ ശിക്ഷിക്കുക, ദ്രോഹിക്കുക, അതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലിങ്ങനെ തേട്ടി വരാതെ. അങ്ങനെ ഒരലിനോട് കെട്ടിയിട്ട കാര്യം
മറ്റ് ബാലലീലകൾ, മുട്ടുകുത്തി നടന്ന കാര്യം, കൃഷ്ണനെ ചീത്ത പറഞ്ഞ കാര്യം, ഇതെല്ലാം ഓർത്തു അവർ. ഉദ്ധവന് അപ്പം തന്നെ തോന്നി ഈ മാതിരി ഭക്തി കൃഷ്ണനിലുണ്ടായിട്ടുള്ളവരുടെ ഒരു ഭാഗ്യം. അവർ ഉദ്ധവൻ പറഞ്ഞു കൊടുക്കുകയാണ്, മാതാപിതാക്കളെ, നിങ്ങളെ ഭാഗ്യവാന്മാരാണ്. നിങ്ങളെയൊക്കെ കൃഷ്ണന് മറക്കാൻ കഴിയുമോ? ഒരിക്കലും മറന്നിട്ടില്ല. ആ സന്ദേശം നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് എന്നെ അയച്ചത്. ഏതോ ഹി വിശ്വസ്ത ബീജയോനി രാമോ മുകുന്ദ പുരുഷപ്രധാനം. ലോകത്തിൻ്റെ മുഴുവൻ ഉത്പത്തി സ്ഥാനമായിട്ടുള്ള ആദിനാരായണനാണ് കൃഷ്ണൻ, വിഷ്ണുവിൻ്റെ അവതാരം. രാമോ മുകുന്ദ പുരുഷപ്രധാനം, അനന്തൻ്റെ അവതാരമാണ് ബലരാമൻ. ഇത് നിങ്ങളുടെ മാത്രം പുത്രന്മാരല്ല കേട്ടോ, അത് നിങ്ങൾ ധരിക്കണ്ട. അന്യീയ ബഹുദേഷു വിലക്ഷണസ്യ ജ്ഞാനസ്യ ജേഷാദൈമോ പുരാണോ പറയണസ്മിൻ ജന പ്രാണവിയോഗകാലേ ക്ഷളം സമാവേശ്യ മനോവിശുദ്ധം. പ്രാണൻ പോണ സമയത്ത് ഏതൊരു ഭഗവാന്റെ ഈ നാമം അറിയാതെ പോലും ഒന്നാണ്ട് ഉച്ചരിച്ചാൽ മോക്ഷത്തിന് പിന്നെ വേറൊന്നും വേണ്ട. ദീർഘൃത്യ കർമാശയമാശുയാദി പരാംഗതി ബ്രഹ്മമയോർക്കവർണ. ആ ഭഗവാനെ കൃഷ്ണന്നൊന്നങ്ങോട്ട് വിളിച്ച് ഈ ശരീരം പടി ഇട്ട് പോവാൻ സാധിച്ചാൽ ആ ജീവന് പിന്നെ സംസാര ദുഃഖമില്ല, ജന്മമില്ല. ആ നാമത്തിൻ്റെ ഉടമസ്ഥനാണ് നിങ്ങൾ പുത്രൻ 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 എന്ന് പറഞ്ഞ് ലാളിക്കണത്. അത് അങ്ങനെ മാത്രമല്ല എന്നും കൂടി പറയണം. നാരായണേ കാരണമൂർത്തിമർത്യമൂർത്തോ ഭാവം വിതത്താം നിതരാം മഹാത്മൻ കിംവാവശിഷ്ടം യുവയോ സകൃത്യം. അങ്ങനെയുള്ളതായിരിക്കും രാമകൃഷ്ണന്മാരെ മക്കളായിട്ട് കിട്ടുക, മക്കളെ കുട്ടികളായിട്ട് കണ്ട് ലാളിക്കുക, സദാ കൃഷ്ണഭാവം വയ്ക്കുക. അതിനൊക്കെ സാധിച്ചതായിട്ടുള്ള നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഭഗവാൻ പറഞ്ഞ സന്ദേശം കേട്ടോളൂ. ആഗമിഷ്യത്തദീർഘേണ കാലേന വ്രജമച്യുത. ഈ വൃന്ദാവനത്തെയും ഗോപികളെയും നിങ്ങളെ ഇന്നും മറക്കാൻ കൃഷ്ണൻ സാധിക്കില്ല. തീർച്ചയായിട്ടും കൃഷ്ണൻ ഇവിടേക്ക് വരും. സത്വദാമ്പതി. ആ കംസ വധം മുതലായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുകൊണ്ടാണ് വരാൻ താമസിച്ചത്. ഹത്വാ കംസം രംഗമധ്യേ പ്രദീപം സർവസത്വതാം. ഇതാ കംസവധമുണ്ട്. ഇവിടെ ബാക്കി കാര്യങ്ങൾ പലത് അസുരന്മാരെ കൊല്ലാൻ ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഉദ്ദേശിച്ച് പോയതുകൊണ്ട് ഇതാ ആ തിരക്കിൽ ഇങ്ങോട്ട് വരാൻ അമാന്തായി എന്നല്ലാണ്ട് അമസായി എന്നല്ലാണ്ട് ഒരിക്കലും നിങ്ങളെ കൃഷ്ണൻ മറന്നിട്ടില്ല. നക്യസ്യ ആർത്തിപ്രിയക്കശൽ നാപ്രിയോ വാർത്യമാനിനാനോത്തമോനാദമോനാഭി സമാനസ്യ അസമോപിവ. സമനോ അസമനോ ഭഗവാനില്ല, എല്ലാവരും ഒരേപോലെയാണ്. പ്രിയനായിട്ടോ ശത്രുവായിട്ടോ മിത്രമായിട്ടോ ബന്ധങ്ങളൊക്കെ ആർക്കാണ്ടാവും? ഇതൊക്കെ നമുക്കുള്ളതാണ്. ഇതൊക്കെ നമ്മുടെ ഭാവമല്ലേ. അയാളെൻ്റെ ശത്രു, ഇയാളെൻ്റെ മിത്രം. ഭഗവാനെ സംബന്ധിച്ച് ആരാണ് മിത്രം, ആരാണ് ശത്രു? യാതൊന്നും നന്ദഗോപരെ യശോദേ കൃഷ്ണനില്ലാട്ടോ. ന മാതാ ന പിതാ തസ്യ ന ഭാര്യ ന സുതാതയ. ഭാര്യ, മക്കള്, അച്ഛൻ, അമ്മ, ഈ വക ബന്ധങ്ങൾക്കും അപ്പുറത്താണ് ഭഗവാൻ. പരമാത്മാവാണ്. ഒരു ലീല കൊണ്ട് സ്വരൂപത്തെ എടുത്തു. ഇങ്ങനെയൊക്കെ സത്വരിക തമോ ഗുണങ്ങളെ ആശ്രയിച്ച് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തണു. ആ ഗുണങ്ങളെ സ്വീകരിച്ചിട്ടായതുകൊണ്ട് ചില ഗുണങ്ങളുണ്ടെന്ന് നമുക്ക് തോന്നണു എന്നല്ലാണ്ട് സത്യത്തിൽ ഇത് ഭഗവാനെ ബാധിക്കണില്ല. ഏറ്റവും പ്രധാന ഭാഗം പറയണം. ദിഷ്ടം ശുദ്ധം ഭൂതഭവത് ഭവിഷ്യത്താത്മചരിഷ്ടുർമകതൽപകഞ്ച. കണ്ടതും കേട്ടതും വരാൻ പോണതും ഇപ്പോൾ ഉള്ളതും കഴിഞ്ഞതും ആയ എല്ലാതും, ഇളകുന്നതും ഇളകാത്തതും ആയ സർവ്വതും വിനാച്യുതാൽ വസ്തുതരാം നവാച്യം. ഭഗവാനെ കൂടാതെ ഇല്ല. ഭഗവാനെ കൂടാതെയായിട്ട് കഴിഞ്ഞതോ വരാൻ പോണതോ ഇപ്പോൾ ഉള്ളതോ ചെറുതോ വലുതോ താവര ജംഗമങ്ങളോ കണ്ടതോ കേട്ടതോ ഇല്ലാട്ടോ. എല്ലാം ഈശ്വരനോട് കൂടിയേ ഉള്ളൂ. ഈ തത്വങ്ങളെല്ലാം നിങ്ങളോട് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ദുഃഖിക്കേണ്ടതായിട്ട് ഇതിലൊന്നുമില്ല. നിങ്ങളുടെ ഉള്ളിൽ സദാ കൃഷ്ണൻ വിളങ്ങുന്നുണ്ട്. എങ്ങനെ പിരിയും? ഉള്ളിൽ വിളങ്ങുന്ന ആളെ പിരിയാൻ പറ്റുമോ? ഈ പിരിവ്, വേർപിരിവ്, വിരഹം ഇതൊരു തോന്നൽ മാത്രമാണ്. ഈശ്വരനോട് കൂടി വേർപാട് ആർക്കുമില്ല. ചേർച്ചയുണ്ടെങ്കിലല്ലേ വേർപാടുള്ളൂ, വേർപാടുണ്ടെങ്കിലല്ലേ ചേർച്ചയുള്ളൂ. ഇരുട്ടിൻ്റെയും വെളിച്ചത്തിൻ്റെയും കാര്യങ്ങൾ ഇത് രണ്ടും ഇല്ലേ? അതുകൊണ്ട് ആ വിരഹം മനസ്സെന്ന് കളയണം എന്നങ്ങനെ പറഞ്ഞ് ഗോപികളുടെ അടുത്തേക്ക് അങ്ങനെ പോയി. ഈ തത്വജ്ഞാനങ്ങൾ മുഴുവനെ ബോധിക്കില്ല അത്രേ. പിന്നെ ലോകമില്ലല്ലോ.
എന്നാലോ കുറേശ്ശൊക്കെ അങ്ങനെ ബോധിക്കും, അത്രയേ ഉള്ളൂ. പിന്നെയും മായയിലേക്ക് വരും, എന്നാലേ ലോകം നടക്കുള്ളൂ. അത് ലോക സ്വഭാവമാണ്. എല്ലാറ്റിനും വിട്ട് ഞാൻ ഈശ്വരനാണെന്നും പറഞ്ഞാൽ അവിടെ ഇരുന്നാൽ പിന്നെ ലോകം മുന്നോട്ട് പോവുമോ? അപ്പോൾ കൃഷ്ണനെക്കുറിച്ച് അവർക്ക് കൃഷ്ണാന്ന് വിളിച്ചു. കൃഷ്ണനെക്കുറിച്ചുള്ള ലൗകിക ഭാവങ്ങൾ മനസ്സിൽ വരുമ്പോൾ ദുഃഖം തോന്നി. തത്വജ്ഞാനം ആലോചിക്കുമ്പോഴോ കുറച്ചൊരു ആശ്വാസവും തോന്നി. ഇങ്ങനെ ഉദ്ധവൻ ഗോപികളുടെ അടുത്തേക്കാണ് പിന്നെ പോണത്. അച്ഛനമ്മമാരെ ആശ്വസിപ്പിച്ചുവല്ലോ. അപ്പോൾ ഗോപികൾ കൃഷ്ണനാണെന്ന് വിചാരിച്ചു. പക്ഷേ അടുത്ത് വന്നപ്പോൾ ഉദ്ധവനാണെന്നും കൃഷ്ണനെക്കുറിച്ചൊരു 100 ചോദ്യങ്ങൾ അവരിങ്ങനെ ചോദിക്കുകയാണ്. ഉദ്ധവൻ ഈ സന്ദേശം അങ്ങോട്ട് പറയാൻ നിവൃത്തിയില്ല. കാരണം 100 ചോദ്യങ്ങളാണ് വരണതേ. ഈ മന്ത്രിമാരൊക്കെ ഈ പത്ര സമ്മേളനത്തിന് പോകുമ്പോൾ അവർക്ക് ഏത് ചോദ്യത്തിന് ഉത്തരം പറയണമെന്ന് ഒരു 100 മൈക്കും കൊണ്ട് ഇങ്ങനെ പിടിക്കും ഇല്ലേ? ഏത് ചോദ്യത്തിന് ഉത്തരം പറയേണ്ട നിശ്ചയില്ലാത്തൊരവസ്ഥ അന്ന് തുടങ്ങിയിരിക്കണമെന്നാണ് ഈ പത്രസമ്മേളനം. മൊത്തത്തിൽ ഭഗവാൻ ഉദ്ധവന് പറയാൻ നിവൃത്തിയില്ല, അത്ര ചോദ്യങ്ങൾ അവിടെ വന്നു. ചോദ്യശരങ്ങൾ, പരിഭവങ്ങൾ, ദുഃഖങ്ങളൊക്കെ ഉണ്ട്. ഉദ്ധവ, കൃഷ്ണൻ അവിടെ സുഖമായിട്ട് മധുരയിലത്തെ സ്ത്രീകളോട് കൂടിയിട്ട് കഴിയണില്ലേ? ഞങ്ങളെയൊക്കെ വേണ്ട പോലെ മറക്കണില്ലേ എന്ന് പരിഭവമാണേ. മറക്കണില്ലേ? ചിലർ ചോദിക്കണ്ട, ഞങ്ങളെയൊന്നും ഓർക്കേണ്ട ആവശ്യം കൃഷ്ണന് ഇല്ലല്ലോ. പിന്നെ എന്നാണാവോ ഇനി ആ കള്ളനായിട്ടുള്ള കൃഷ്ണൻ ഇങ്ങോട്ട് വരാൻ പോണത്? ഇങ്ങനെ ചില സ്ത്രീകൾ അത്യന്തം ദുഃഖത്തോടു കൂടിയിട്ട് ചില ഉപമകൾ പറയുകയാണ്. നിത്യം ത്യജന്തി ഗണിക അകൽപ്പം നൃപതി പ്രജ. പൈസ ഇല്ലാത്തതായിട്ടുള്ള കച്ചവടക്കാരനെ ആരും ബഹുമാനിക്കില്ല. കച്ചവടം വലിക്കണില്ല എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ സമ്പത്തില്ലെങ്കിൽ ഒരു യജമാനനെ ഭൃത്യൻ ബഹുമാനിക്കില്ല. അതിൻ്റെ കയ്യിലത്തെ കാശെന്താ വെച്ചാൽ കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ഭൃത്യഭാവം. അതുപോലെ കഴിവില്ലാത്ത രാജാക്കന്മാരെ പ്രജകൾ ബഹുമാനിക്കില്ല. എന്തൊക്കെ കേൾക്കേണ്ടി വരുന്നു ഭരണാധികാരികൾക്ക്. ഇവിടെ നോക്കി നടത്തേണ്ടവരാണ്. അത് വേണ്ടത് ചെയ്യാതിരുന്നാൽ കാർട്ടൂണായിട്ടും പരിഹാസമായിട്ടും പല രീതിയിലും പത്രസമ്മേളനം കൂടെയൊക്കെ അവർ വിമർശന ശരങ്ങൾ, ഒരു വിലയുണ്ടാവില്ല ഭരണാധികാരികൾക്ക്. അതീത വിദ്യ ആചാര്യം. പഠിച്ചു കഴിഞ്ഞാൽ മാഷേ മറക്കത്ര എല്ലാവരും. അതുവരെ മാഷേ സാറേ എന്നൊക്കെ പറഞ്ഞ് ബസ്സിൽ നൈസൊക്കെ കൊടുക്കാനും, കാരണം സർട്ടിഫിക്കറ്റ് കിട്ടണ്ടേ, കോൺട്രാക്ട് സർട്ടിഫിക്കറ്റ് കിട്ടുന്നവരെ ബഹുമാനം ഉണ്ടാവും. അതാണ് കഴിഞ്ഞാലോ കണ്ടു നടിക്കലുമില്ല. പിന്നെ എന്താ ആചാര്യനാണ്, എന്ത് മാഷാണ്, എന്ത് അധ്യാപകനാണ്, ഗുരുവാണ്. വിദ്യ കയ്യിൽ നിന്ന് കിട്ടിയാൽ നമ്മളങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയില്ലേ. വൈദ്യൻ ചികിത്സ കഴിഞ്ഞാൽ, അതൊന്നും ഇവിടെ പറയണതല്ല കേട്ടോ. ചികിത്സ കഴിഞ്ഞാൽ വൈദ്യനെ മറക്കുന്നതാണ്. ദൂക്കടൊക്കെ മാറിയാൽ അതുവരെ സാറല്ലാണ്ട് എനിക്ക് ആരുമില്ല, സാറിൻ്റെ ദൈവമാണെന്നൊക്കെ പറയും. ഇപ്പുറത്തേക്ക് കിടന്നാൽ പറയും സൂക്കടക്കം മാറും, നല്ല പിഴിച്ചിലാണ് കേട്ടോ ആ ഡോക്ടർ, കാശ് നല്ലോണം മേടിക്കുന്ന കുറ്റം പറയുകയാണേ. അപ്പോൾ കാര്യം കഴിഞ്ഞു, ഇവിടെ സൂക്കട് മാറി, പിന്നെ ആ ഡോക്ടർ ആരാണ്? അതുപോലെ കല്യാണം കഴിഞ്ഞാൽ അമ്മയെ മറക്കുന്നതാണ്. തന്നെ കയ്യോ വളരണ കാലോ വളരണ നോക്കി വളർത്തിയിട്ടുള്ള അമ്മയാവില്ല. പിന്നെ നിങ്ങൾ ഇത്തിരി മിണ്ടാണ്ടിരിക്കുന്ന അവളുടെ കാര്യം നോക്കാൻ ഞാനല്ലാണ്ട് ആരാന്നുള്ള ചോദ്യം ഉണ്ടാവും. അതൊരിക്കലെങ്കിലും ചോദിക്കാത്ത മക്കളുണ്ടാവില്ല എന്നാണ്. അപ്പോൾ അമ്മയെ മറക്കുക. ആചാര്യ ഋത്തിജോദത്ത ദക്ഷിണം. ആചാര്യന്മാർ ദക്ഷിണ കൈ കിട്ടിയാൽ അപ്പം പോകുന്നതാണ് അവിടുന്ന്, പോണം എന്നാണ്. പിന്നീട് അങ്ങോട്ട് ചെന്നാലും കുഴപ്പമില്ല, പക്ഷെ ആ ദിവസം അവിടെ നിൽക്കരുത് എന്നാണ്. യജ്ഞാചാര്യൻ ദക്ഷിണ കഴിഞ്ഞാൽ പോകണം, പിന്നെ അവിടെ നിൽക്കരുത്. ഖകാവീതഫലം വൃക്ഷം. മാവിൻ്റെ മുകളിൽ മാങ്ങിയുണ്ടാകുമ്പോൾ പക്ഷികളും കാക്കകളും ഒക്കെ ഉണ്ടാവും അല്ലേ? കോലാഹലമാണ് മാവിൻ്റെ മുകളിൽ. മാങ്ങക്കാലം കഴിഞ്ഞാൽ മഴയും പെയ്താൽ മാവ് ഇങ്ങനെ നിൽക്കും. വല്ലവരും തിരിഞ്ഞ് നോക്കുമോ? ഭുക്താച അതിഥയോ ഗൃഹം. നല്ലൊരു അതിഥി നമ്മുടെ വീട്ടിൽ വന്നാൽ നിങ്ങളല്ലാണ്ട് എനിക്ക് ആരാ ഉള്ളതെന്നൊക്കെ പറയും. രാത്രി വഴി തെറ്റി ബസ് കിട്ടാതെ വന്ന് കയറിയതാണെന്ന് പറഞ്ഞാൽ വില പോയി. ഇപ്പം ഇന്ന് രാത്രി ഇവിടെ കൂടണോ? വിരോധമില്ല, ഇപ്പം അങ്ങനെയാവാമെന്നും പറഞ്ഞാൽ അവർ പറഞ്ഞതനുസരിച്ചാണ് നിൽക്കണമെന്ന് വരുത്തും. അവിടെ കൂടാണ്ടാവും. ഇയാൾക്ക് വല്ല ഇഷ്ടമോ, എങ്ങനെയെങ്കിലും നേരം വിളിച്ചാക്കണം, എന്നാലേ ബസ് ഓടുള്ളൂ. രാത്രി കിടക്കുമ്പോൾ ചോദിക്കുക ഫസ്റ്റ് ബസ് എപ്പോഴാണ്, ഫസ്റ്റ് ബസ്സിന് പോയാലേ ശരിയാവുള്ളൂ തോന്നുക അയാൾ പറയുന്നത് കേട്ടാ. അപ്പോൾ എന്തിനാണ് ആ വീട്ടിൽ സ്നേഹിച്ചത്? രാത്രി കഴിച്ചു കൂട്ടാൻ, അല്ലാണ്ട് സ്നേഹം കൊണ്ടല്ല. ഇതേപോലെ ആ കൃഷ്ണന് ഒരു കാലത്ത് ഞങ്ങളെ കൊണ്ട് ആവശ്യമുണ്ടായിരുന്നു ഉദ്ധവ. അപ്പം ഞങ്ങളെയൊക്കെ മറന്നുണ്ടാവുമല്ലേ? ഈ പറഞ്ഞ കാര്യങ്ങളെ പോലെ ഞങ്ങളെ മറന്ന് സുഖമായിട്ട് ജീവിക്കുന്നുണ്ടാവും. ആ സമയത്തൊരു വണ്ട് അവിടെ വന്നു. ഇതാ കൃഷ്ണൻ്റെ ആൾ വന്നിട്ടുണ്ട് കേട്ടോ, കണ്ടോളിൻ എല്ലാവരും. ഗോപികൾ പറഞ്ഞു
മധുപകിതബന്ധോ മാതൃശാംഗ്രിം സപത്ന്യാ കുജ വിലുളിതമാല കുങ്കുമശ്മശുഭിർന ഭഗതു മധുപതി തന്മാനിനീനാം പ്രസാദം യതു സതസി വിഡംബ്യം യസ്യദൂതത്വമീദൃക്. ഭാഗവതത്തെ 5 ഗീതങ്ങളിലത്തെ ഒരു ഗീതമാണത്. ശ്രുതിഗീതം എന്ന് പറഞ്ഞിട്ടൊരു ഗീത, മധുരഗീതം, ഭ്രമരഗീതം, വേണുഗീതം, ഗോപികാഗീതം, യുഗളഗീതം. അങ്ങനെ യുഗളഗീതവും ഗോപികാഗീതവും വേറെയാണ്. വേണുഗീതം, ഭ്രമരഗീതം, പിന്നെ ശ്രുതിഗീതം. ഈ 5 ഗീതങ്ങളിലത്തെ ഒന്ന്. വണ്ടേ കൃഷ്ണൻ്റെ ആളായിട്ടുള്ള നീ വന്ന് ഞങ്ങളുടെ തലയിലിരിക്കണ്ട. അങ്ങനെ ഞങ്ങളുടെ തലയിലിരിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, സമ്മതിക്കില്ല. കാര്യം കഴിഞ്ഞാൽ പോണവരാണ്. അതുകൊണ്ട് വണ്ടും കൃഷ്ണനും സാമ്യമുണ്ട് എന്നാണ്. പൂവിലത്തെ തേന് കുടിക്കുക, പിന്നെ ആ പുഷ്പത്തിനെ ഓർക്കലില്ല എന്ന പോലെ ഞങ്ങളെ അനുഭവിച്ചു, ഇപ്പം ഞങ്ങളെ വേണോ കൃഷ്ണന്? അങ്ങനെ അല്ല, കൃഷ്ണൻ്റെ ആൾ അങ്ങനെ ഇപ്പം ഞങ്ങളുടെ തലയിൽ ഇരിക്കേണ്ട, പൊക്കം ഓടുന്ന എന്നും പറഞ്ഞ് വണ്ടിനോട് പരിഭവം. ഉള്ളിലെന്താ അറിയോ, വണ്ടേ നീ അവിടെ നിൽക്ക്, അത്രയും ഞങ്ങൾക്ക് കൃഷ്ണനെ ഓർക്കാമല്ലോ. കൃഷ്ണൻ്റെ ആളായിട്ടുള്ള വണ്ടിനെ അവർക്ക് ഇഷ്ടമാണ്, ഇഷ്ടമില്ല, അത് പുറത്തേക്ക് പറയുകയാണ്. ഉള്ളിൽ ഇഷ്ടവും പുറത്തേക്ക് അനിഷ്ടവും പ്രകടിപ്പിച്ചുകൊണ്ട് ആ വണ്ടിനോട് സംസാരിക്കണ പോലെ സകൃത് അധരസുധാംസ മോഹിനിയും പായിത്വ. അധരസുധാമൃതം ആസ്വദിച്ചിട്ട് അവരിപ്പോൾ ഞങ്ങളുടെ അടുത്തുനിന്ന് പോയി. നെയ്യും അങ്ങനെ തന്നെയാണ്. പൂവിലത്തെ തേന് കുടിക്കുക, അവിടുന്ന് സ്ഥലം വിടുക. സുമനസൈവ സത്യ തുമനസ് പറഞ്ഞ പുഷ്പം. ആ പുഷ്പത്തിൽ നിന്ന് തേന് കുടിച്ച് പിന്നെ പുഷ്പത്തെ തിരിഞ്ഞു നോക്കാത്ത സ്വഭാവം നണക്കുമുണ്ട്, കൃഷ്ണനും ഉണ്ട്. ഈ ബഹുബഹുഷടങ്ക്രേകായ സിത്വം. പിന്നെ നീ എന്തിനു വേണ്ടിയിട്ടാണ് പാടുന്നത്? എന്തെങ്കിലും ഞങ്ങളിൽ നിന്ന് കിട്ടും, പാട്ട് പാടി എന്തെങ്കിലും കൊടുക്കുക, അങ്ങനെയുണ്ടല്ലോ. ആണെങ്കിൽ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല, ഞങ്ങളെല്ലാം നഷ്ടപ്പെട്ടവരാണ്. അതുകൊണ്ട് ഞങ്ങളുടെ കയ്യിൽ മുമ്പിൽ വന്ന് പാടിയിട്ട് ഒന്നും നടക്ക് നേട്ടമില്ല. അതുകൊണ്ട് വെറുതെ നേരം കളയണ്ട, പാട് അണച്ചാൽ. മധുരയിൽ പോയിട്ട് കൃഷ്ണൻ്റെ അവിടെ, ആ സ്ത്രീകളുടെ അവിടെ പോയിട്ട് പാട്. സ്ത്രീകളോട് അവർക്ക് വല്ലാത്ത അസൂയ തോന്നി. കാരണം എപ്പോഴും കൃഷ്ണഭാവം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ മധുരയിലുണ്ട് എന്നാണ് ഇവർ വിചാരിക്കണം. അപ്പോൾ അവർക്ക് സന്തോഷമുണ്ട്, അവരുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടാവുകയും ചെയ്യും, എന്തെങ്കിലും കിട്ടുകയും ചെയ്യും. ഇത് രണ്ടും ഞങ്ങൾക്കില്ല. സന്തോഷമുണ്ടോ? ഇല്ല. കയ്യിൽ വല്ലതും ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇവിടെ പാടിയിട്ടൊരു കാര്യമില്ല. നീ എന്തിനാണ് ഇവിടെ വന്ന് പാട്ട് പാടുന്നത്? ആ കാലുകൾ ഞങ്ങളുടെ ശിരസ്സിൽ വെക്കണ്ട, പൊക്കോ എന്ന് പറഞ്ഞ് വണ്ടിനെ ആട്ടുമ്പോഴും ഉള്ളിലെന്താ അറിയോ, വണ്ടേ നീ ഇവിടെ നിന്നാൽ അത്ര നേരം കൃഷ്ണനെ സ്മരിക്കാമല്ലോ എന്ന്. പിന്നെ പറയണം, നിങ്ങൾക്ക് സഹജമായിട്ടുള്ളത് ഈ ക്രൂരത. കൃഷ്ണനൊട്ടും കുറവുണ്ടോ? മൃഗൈരിവ കപീന്ദ്രം ദിവ്യതേ ലുബ്ധധർമ്മ ത്രിയം അഗത വിരൂപ തീജിത കാമയാനാം. ആ ബാലിയെ എന്തിനു വേണ്ടിയിട്ടാണ് കൊന്നത്? എന്തെങ്കിലും തെറ്റ് രാമനോട് ചെയ്തിട്ടുണ്ടോ ബാലി? എല്ലാം കൊടുക്കാമെന്ന് പറഞ്ഞ മഹാബലിയെ ചവിട്ടി താത്തി അധോലോകത്തിലേക്ക് അയക്കുകയല്ലേ ചെയ്തത്. ഈ കൃഷ്ണന് ദയ എന്ന് പറഞ്ഞ 2 അക്ഷരം ഉണ്ടോ? വണ്ടേ നടക്കൂല്ല. അത് എങ്ങാനും കയ്യിലോറ്റ കുത്തിയാൽ എത്ര നേരമാണ് കടച്ചിൽ വരിക, മുറിയാവുക. അങ്ങനെ കുത്തി നോവിപ്പിക്കാൻ ഒരു പ്രത്യേക കഴിവ് വണ്ടേ നിനക്കുണ്ട്, കൃഷ്ണനുണ്ട്. നല്ലോണം ചേരും നിങ്ങൾ. അതുകൊണ്ട് നിങ്ങളെ ഞങ്ങൾക്ക് കാണണ്ട. നിങ്ങളെപ്പറ്റി സ്മരിച്ചാൽ തന്നെ മോശമാണ്. ഏതിന് ചരിതലീല കർണ പീയൂഷ വൃപ്രുട്ട്. നിങ്ങളുടെ കഥകൾ ചെവിയിൽ വീണാൽ തന്നെ പോക്ക. എന്താ പറഞ്ഞത്? ഭിക്ഷുചര്യാം ചരന്തി. കുടുംബ ചിന്തകൾ മുഴുവൻ മനസ്സിന്ന് പൂംസപതി കുടുംബം. കുടുംബത്തെക്കുറിച്ചുള്ള ചിന്തകൾ മനസ്സിൽ നിന്നാണ് പോയി. വഴിയാധാരമാവാൻ നിങ്ങളുടെ കഥ കേട്ടാൽ മതി. അത് നല്ല അർത്ഥത്തിലുമാണ് കേട്ടോ. ഈ കുടുംബം, ബന്ധം, സംസാരം എന്നൊക്കെ പറയണതൊക്കെ ഏതുവരെയുള്ളൂ? കൃഷ്ണകഥ കേൾക്കോളേ ഉള്ളൂ. അവിടേക്കീടെ എത്തിയാണ്ടല്ലോ മനസ്സ് നിന്നൊക്കെയാണ് പോവും. അത് നല്ല നിലയ്ക്കും പറയാം, കുറ്റം പറഞ്ഞിട്ടും ആവാം. അതുകൊണ്ട് വേറെ വല്ല കഥകളും നീ പറയേ, കൃഷ്ണൻ്റെ കഥ ഇവിടെ വന്ന് പാടും വേണ്ട, കൃഷ്ണൻ്റെ കഥ ഞങ്ങൾക്ക് കേൾക്കും വേണ്ട എന്നങ്ങനെ പറഞ്ഞ് ആ വണ്ടിലും കൃഷ്ണഭാവം കണ്ടു. ഉദ്ധവൻ അന്തം വിട്ടു എന്ന് പറയണം. അഹോ യുഗസ്മപൂർണാർത്ഥ ഭവത്യോ ലോകപൂജിത. നിങ്ങൾ ഈ ലോകത്തിലുള്ളവരാൽ പൂജിക്കപ്പെടുന്നതിന് അത്ഭുതമില്ല, ഒരത്ഭുതമില്ല. കാരണം വാസുദേവേ ഭഗവതി യാസാമിത്യർപ്പിതം മന. ഇങ്ങനെ ഭഗവാനിലുള്ളൊരു ഭക്തി നിങ്ങൾക്കുണ്ടായില്ലേ? ഇനി എന്താ നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിക്കുകയാണ്. ഇതുണ്ടാവാനല്ലേ പ്രയാസം.
എത്ര ജന്മത്തെ പുണ്യം വേണം ഈ കൃഷ്ണഭാവം മനസ്സിൽ വരണമെങ്കിൽ എന്നാ വിചാരം. എല്ലാവർക്കും ഒന്നും കിട്ടണതല്ലാതെ പറയണ ദാനം വ്രതതപോ ഹോമജപ സ്വാധ്യായ സംയമൈ. രുക്മിണി സ്വയംവരത്തിൻ്റെ അവിടേക്ക് എത്തേണ്ട ഓട്ടത്തിൽ ഈ ഭാവങ്ങൾ വല്ലതും നമ്മൾ കാണുന്നുണ്ടോ സപ്താഹത്തിൽ? മഹാ കഷ്ടമാണ്. ഇതൊക്കെ അല്ലേ കാണും കേൾക്കും ചെയ്യേണ്ടത്. പടക്കം പൊട്ടിച്ചിട്ടും വാദ്യഘോഷങ്ങളെ കൊണ്ടും എവിടെ ഇതൊക്കെ നമ്മൾ പറയാറുള്ളത്? ഒരു പറയാൻ സമയവും കിട്ടില്ല, അവിടെ ലഹളയാണ്. അപ്പം അങ്ങനെയല്ല, ഇതൊക്കെ ഇല്ലേ നമ്മൾ കേൾക്കേണ്ടത്. ദാനം വ്രത തപോ ഹോമ ജപ സ്വാധ്യായ സംയമൈ. ദാനം വ്രതം തപസ് ഹോമം ജപം സ്വാധ്യായം, ഇതുകൊണ്ടൊന്നും കാര്യമില്ല എന്ന് പറയണം. ഇതിനേക്കാളൊക്കെ അപ്പുറത്താണ് കൃഷ്ണ അറിഞ്ഞിട്ടൊരു വിളി വിളിച്ചാൽ മതി, അവിടേക്ക് അത്രേ വേണ്ടു. ശ്രേയോഭിർവിവേചാനേ കൃഷ്ണേ ഭക്തിരിഹി സാധ്യതേ. മനസ്സറിഞ്ഞ് ഭഗവാനിൽ ആ മനസ്സങ്ങോട്ട് വരിക എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, അത് ഓളം ഒരു സത്കർമ്മമോ തപസ്സോ ഗോപികളെ വേറെ ഇല്ല. അതുതന്നെയാണ് ഭഗവാൻ എപ്പോഴും പറയാറ്. അതുതന്നെയാണ് ഭഗവാന്റെ യഥാർത്ഥ അഭിപ്രായം. ഭഗവത് ഉത്തമശ്ലോകേ ഭവതീഭിരനുത്തമ. തുല്യതയില്ലാത്ത ഈ ഭക്തി നിങ്ങൾക്ക് കിട്ടിയില്ലേ? എല്ലാം ഉപേക്ഷിച്ചിട്ട് കൃഷ്ണാന്ന് വിളിക്കുക. വിരഹേണ മഹാഭാഗ മഹാന്മേനുഗ്രഹകൃത. ഉദ്ധവൻ പറയാം, നിങ്ങളെ കണ്ടത് തന്നെ മഹാഭാഗ്യേ. അങ്ങനത്തെ ഭക്തന്മാരെ കാണുക എന്ന് പറഞ്ഞാൽ അതിനൊരു ഭാഗ്യം വേണ്ടേ? എപ്പോഴും പോയി പെടില്ല അവരുടെ മുമ്പിലൊക്കെ. ഇനി ഭഗവാൻ നിങ്ങൾക്ക് തന്ന സന്ദേശം കേട്ടുകൊള്ളുക. ശ്രൂയതാം പ്രിയ സന്ദേശോ ഭവതീനാം സുഖാവക. നിങ്ങൾക്ക് എല്ലാ ദുഃഖത്തെയും ഇല്ലാണ്ടാക്കുന്നതായ സന്ദേശം കേട്ടാലും ഭവതീനാം വിയോഗോമേന ഹി സർവാത്മനാ കുശൽ. ഒരിക്കലും നിങ്ങളിൽ നിന്ന് എനിക്ക് വേർപാടില്ല. വേർപാടുണ്ടെങ്കിലേ ചേർച്ചയുള്ളൂ, ചേർച്ചയുണ്ടെങ്കിലേ വേർപാടുള്ളൂ. ഇത് രണ്ടുമില്ലാതെ ഞാൻ എന്ന് പറയണത് ആരാണ്? ഓടക്കോളിലും മഞ്ഞപ്പെട്ടുള്ള രൂപമല്ല. അത് മനസ്സിലാക്കുക. നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മാവാണ് ഞാൻ. അത് നിങ്ങളിൽ നിന്ന് ഞാൻ എങ്ങനെയാണ് വേറെയാവുക? അതുകൊണ്ട് ഈ രൂപം എടുക്കപ്പെട്ട രൂപമാണ്. ആവശ്യം കഴിഞ്ഞാൽ ഉപേക്ഷിക്കും. വേടൻ്റെ അസ്ത്രം കാലിൽ തറച്ചതോടുകൂടി കൃഷ്ണൻ്റെ രൂപം ഇവിടെ കഴിഞ്ഞു ഇല്ലേ? അപ്പോൾ ഇത് എടുക്കപ്പെട്ട രൂപം മാത്രമാണ്. ആത്മാവ് കൊണ്ട് ലോകത്തെ തെറ്റിച്ച് രട്ടിച്ച് സംഭരിക്കുന്ന ആ മായ കൊണ്ട് പ്രപഞ്ചത്തെ നടത്തുന്നു. സുഷുപ്തി സ്വപ്ന ജാഗ്രത് മായാവൃത്തി പിരീയതെ. ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും സ്വപ്നത്തിലും ഉണർന്നിരിക്കുന്ന ആളാ ഭഗവാൻ. നമ്മൾ ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കേണ്ട അത്ര ആത്മാവ്. അതുകൊണ്ടാണ് സുഖം അനുഭവിക്കുന്നത്. ഉറക്കത്തിൽ സുഖം അനുഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ഉണർന്നിരിക്കുന്ന ആളെ അതിൻ്റെ ഉള്ളിലുള്ളതുകൊണ്ടാണ്. അലച്ച സുഖം അനുഭവിക്കാൻ പറ്റുമോ? ഉറങ്ങിയ സുഖമായിട്ടെന്ന് ചോദിച്ചാൽ അറിയില്ല എന്നാണ് പറയേണ്ടത്. നമ്മൾ സുഖമായിട്ടോ എന്ന് പറയണു. അപ്പോൾ ആരാ സുഖം അനുഭവിച്ചത്? നമ്മൾ ഉറങ്ങുമ്പോഴും ഇതിൻ്റെ ഉള്ളിൽ സുഖം അനുഭവിക്കുന്ന ഒരാളുണ്ടാവുകൊണ്ടാണ്. ആ ആത്മാവാണ് കൃഷ്ണൻ എന്ന് നിങ്ങളോട് പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് അപ്പോൾ വേർപിരിഞ്ഞ് നിങ്ങളെ ദുഃഖിപ്പിക്കുന്നത്? യഥാ ദൂരചരേ പ്രേഷ്ടേ മന ആവശ്യവർത്തതേ തീനാം ചനതഥാ ചേത സന്നികിട്ടയക്ഷിഗോചരേ. അടുത്തിരിക്കുമ്പോൾ എപ്പോഴും സ്ത്രീകൾക്ക് വിലയുണ്ടാവില്ല എന്നാണ്. ദൂരെ പോവുക, കാണാതിരിക്കുക എന്ന് പറയുമ്പോൾ വരുമ്പോൾ വലിയ സ്നേഹമാവും എന്നാണ്. അപ്പോൾ നിങ്ങളോടുള്ള സ്നേഹം ഒന്നങ്ങനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഭഗവാൻ വേർതിരിഞ്ഞിരിക്കുക. എന്തൊക്കെ വിദ്യയാണ് ഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്നത്? സ്ത്രീകളോട് സ്നേഹം ഇല്ലാണ്ട് കൂട്ടാനുള്ള വിദ്യയും ഭാഗവതം പറഞ്ഞു തരുന്നുണ്ട്. കൃഷ്ണഭക്തി മാത്രമല്ല എന്നർത്ഥം. സ്നേഹം ഇല്ലെങ്കിൽ സ്നേഹം കൂട്ടാൻ ഒന്ന് വേറെ ആയിട്ടിരിക്കുക. ആരോഗ്യമാവാണ്ടായിരിക്കണം കേട്ടോ. വേറെ ഇരുന്നാൽ അപ്പോൾ വലിയ സ്നേഹമാവുന്നതാണ്. അപ്പം അതുകൊണ്ട് ആ ഒരു സ്നേഹം വായ്പ കൂട്ടാൻ വേണ്ടിയിട്ട് ഭഗവാൻ വേർപിരിഞ്ഞു എന്നല്ലാതെ കൃഷ്ണനൊരിക്കലും നിങ്ങളെ സ്നേഹമില്ലാത്തൊരവസ്ഥ ഇല്ല, അതുണ്ടാവില്ല. അപ്പോൾ അവർക്ക് കുറച്ചൊക്കെ ഇങ്ങനെ ബോധ്യമുണ്ടായി, എന്നാലോ മുഴുവനെ ബോധ്യം ഉണ്ടായില്ല. താക്കിം നിശാസ്മരതിയാസു തഥാ പ്രിയാഭി വൃന്ദാവനെ കുന്ദ ശശാങ്കരമ്യേ. മായാഭാവം ഉണ്ടാകുമ്പോൾ ചന്ദ്രികയിൽ നിലാവത്ത് യമുനാ നദിയുടെ തീരത്ത് വൃന്ദാവനത്തിൽ കൃഷ്ണനോട് കൂടി കളിച്ച ദിവസങ്ങൾ അവർക്ക് ഓർമ്മ വന്നു. വളരെ വളരെ വീണ്ടും വീണ്ടും ഓർമ്മ വരികയാണ് അവർക്ക്. കൃഷ്ണനെ മറക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. പുനഃസ്മാരയന്തി നന്ദഗോപസുതം ബദാ ശീനികേതേ തത്പദകേർ വിസ്മർത്തം നിന്നേവ ശക്നുമാ. കൃഷ്ണനെ മറക്കാനായിട്ട് വീണ്ടും വീണ്ടും സാധിക്കുന്തോറും ഓർമ്മ അധികമായിട്ടുണ്ടാവുക ചെയ്യണത്. മനോഹരമായിട്ടുള്ള ചെന്താമരപ്പൂക്കളെ പോലുള്ള പാദങ്ങൾ, താമരപ്പൂ പോലത്തെ മുഖം, ചന്ദ്രസമാനമായിട്ടുള്ള മുഖം, ഇതൊക്കെ ആർക്കാ കൃഷ്ണ മറക്കാനായിട്ട് സാധിക്കുക?
ഇങ്ങനെ മനോഹരമായിട്ടുള്ള വാക്കുകൾ ഇപ്പോഴും ചെവിയിൽ മുഴങ്ങണു. കരഞ്ഞുകൊണ്ടവർ പറഞ്ഞു, ഹേ നാഥ, ഹേ രമാനാഥ, പ്രജനാഥാർത്ഥിനാശന, മഗ്നമുദ്ധര ഗോവിന്ദ, ഗോകുലം മൃജിനാർണവാത്. ദുഃഖത്തിൻ്റെ കയത്തിൽ മുങ്ങിയിട്ടുള്ളതായ സംസാര സമുദ്രത്തിൽ മുങ്ങിയിട്ടുള്ള ഞങ്ങളെ രക്ഷിക്കണേ കൃഷ്ണ എന്ന് പറഞ്ഞ് കരഞ്ഞു. ഉദ്ധവൻ 5 ശ്ലോകം കൊണ്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. ഇതല്ലേ ശരീരം കിട്ടിയാൽ വേണ്ടത്? നിഖിലാത്മാവായിട്ടുള്ള ഗോവിന്ദനിൽ ഇപ്രകാരത്തിലുള്ളൊരു ഭാവം വന്ന നിങ്ങൾ ഭാഗ്യവതികളാണ് എന്ന് പറയണം. ബ്രഹ്മാവിന് ഈ ഭാഗ്യമൊന്നും കിട്ടിയിട്ടില്ല, മഹാലക്ഷ്മിക്ക് കിട്ടിയിട്ടില്ല. എന്നിട്ട് വേണ്ടേ പിന്നെയോ ഈ ഒരു ഭാവം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മിക്ക് പോലും ഇല്ല. അതെന്താ? രാസോത്സവേസ് ഭുജദണ്ഡ ഗൃഹീത കണ്ട. രാസക്രീഡയിൽ ആ ഗോപികൾക്ക് ഭഗവാൻ കൊടുത്ത ആനന്ദം ശ്രീദേവിക്ക് കൂടി കൊടുത്തിട്ടുണ്ടോ എന്ന് സംശയം. ചിലപ്പോൾ ലക്ഷ്മി എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ, ലക്ഷ്മി അവിടെ ഇരിക്കൂ, ഞാനേ ആ ഗോപികളുടെ അടുത്ത് പോയിട്ട് എനിക്കൊരു കാര്യമുണ്ട്, അത് കഴിഞ്ഞിട്ട് തൻ്റെ കാര്യം പരിഗണിക്കാം എന്ന് പറയത്രേ. അങ്ങനെ പറച്ചിൽ പറയും ചിലപ്പോൾ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ലക്ഷ്മിയുടെ കാര്യം. അപ്പോൾ ലക്ഷ്മി 2ാം സ്ഥാനത്താണ്. ലക്ഷ്മിക്ക് അതിൽ വിരോധമില്ല അത്രയൊക്കെ. ആയിക്കോട്ടെ, ഭക്തകളെ അനുഗ്രഹിച്ചോളൂ ഭഗവാനെ, അതല്ലേ വേണ്ട, നല്ല പത്നിയാണ്, അതിലൊന്നും ആക്ഷേപമില്ല. കാരണം തൻ്റെ ഭർത്താവ് ശരിയേ ചെയ്യുള്ളൂ എന്ന് ലക്ഷ്മിക്ക് പറയാം. അപ്പോൾ ലക്ഷ്മിക്കും കൂടി കിട്ടാത്തതായിട്ടുള്ള ഭാഗ്യം. വേദവും ക്ലാസും പഠിച്ച് അധ്യയനം ചെയ്ത് കിട്ടേണ്ട സ്ഥാനത്തേക്ക് നിങ്ങൾ എത്ര വേഗം എത്തിയത്? നിങ്ങളതൊന്നും ചെയ്തിട്ടില്ല. ശ്രുതിബിർ വിമർക്കുക, ശ്രുതി വേദങ്ങളെ കൊണ്ട് പഠിച്ച അനവധി കാലങ്ങളെ കൊണ്ട് എത്തിച്ചേരേണ്ട ദിവ്യസ്ഥാനത്തേക്ക് നിങ്ങൾ എത്ര വേഗം എത്തിയത്? കൃഷ്ണാന്നൊന്ന് അറിഞ്ഞ് വിളിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എവിടെയോ എത്തിക്കഴിഞ്ഞു. അതാ വിളിയുടെ പ്രത്യേകതയാണ്, വെറുതെ വിളിച്ചാൽ പോരാ. അതുകൊണ്ട് ഞാൻ നിങ്ങളെ നമസ്കരിക്കുക. എപ്പോഴെങ്കിലും ഭക്തി കുറഞ്ഞു എന്ന് തോന്നിയാൽ ഉദ്ധവൻ ഈ ശ്ലോകം ചൊല്ലി നമസ്കരിക്കത്രേ ഗോപികളെ, ഭക്തി ഉണ്ടാവാൻ. വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണുമഭീഷ്ണശ, യാസാം ഹരികഥോദ്ഗീതം പുനാദിഭുവനത്രയം. എപ്പോഴെങ്കിലും ഭക്തി കുറഞ്ഞു എന്ന് തോന്നിയാൽ നമുക്കും ചെല്ലാം. വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണുമഭീഷ്ണശ, യാസാം ഹരികഥോദ്ഗീതം പുനാദിഭുവനത്രയം. ഭക്തകളായിട്ടുള്ള നിങ്ങളുടെ പാദരേണുക്കൾ ഞാൻ നമസ്കരിക്കുന്നു. ഭഗവാന്റെ കഥ സദാ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ആ പാദരേണുക്കളെ ഞാൻ നമസ്കരിക്കുന്നു. അല്ലാണ്ട് വേറെ ആരെയാണ് ഞാൻ നമസ്കരിക്കേണ്ടത്? എന്നങ്ങനെ പറഞ്ഞ് ഉദ്ധവൻ അടിയറവ് പറഞ്ഞു. ഇതാണ് ഭക്തി, യഥാർത്ഥ ഭക്തി ഇതാണെന്നും കണ്ട് അത് കണ്ടു പഠിക്കാൻ അവിടെ കുറച്ച് താമസിച്ചു. ഉവാസകതിച്ചിത് മാസാൻ, കുറച്ച് മാസം അവിടെ വസിച്ചു. അതിനുശേഷം തിരിച്ചു വന്നു എന്നും പറഞ്ഞിട്ടാണ് ഉദ്ധവദൗത്യത്. വലിയൊരു വിഷയമാണ്, അതിനെ ചുരുക്കാനായിട്ട് പറ്റില്ല, അതുകൊണ്ടാണ് കുറച്ച് നീട്ടിയത്. ഏതായാലും ബാക്കി അടുത്ത ഭാഗത്തിൽ. കായേന വാചാ മനസേന്ദ്രിയർവാപ്ത്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൻ കരോതി യദ്യസകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം